അങ്ങനെ ഒറ്റയ്ക്ക് പൊരുതി വന്നവരാണ് പട്ടികളെ പട്ടികളെ പട്ടിയെ തൂക്കി അടിച്ച് തൂക്കി അടിച്ച് കണ്ട് ഭയങ്കര നേരെ സ്റ്റേഷനിൽ അടിപൊളിയായിട്ടുണ്ട്. പൊളിയാണ്, ഒന്നും പറയില്ല. എനിക്ക് ഇവരെല്ലാരും കിട്ടി ഞാൻ ഒരു ഹഗ് കൊടുക്കും എല്ലാവർക്കും. ഒന്നും പറയില്ല, അടിപൊളി. നിങ്ങൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും വന്നിരുന്ന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ ഗുഡ് റിലീഫ്. ഗ്യാരണ്ടീഡ് ആണ്. ദേ ഓൾ ഡിഡ് എ വെരി ഗുഡ് ജോബ്. ബ്രില്യൻ മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഓരോ അഭിനേതാക്കളും. ഒന്നിനൊന്ന് മികവായി. വെരി വെരി ബ്യൂട്ടിഫുൾ. സിനിമ അടിപൊളി. കഴിക്കാൻ വാങ്ങിച്ചതുപോലും കഴിച്ചില്ല, അങ്ങനെ ആസ്വദിച്ചു, ചിന്തിച്ചു, കരഞ്ഞു. എന്തു പറയണമെന്ന് അറിയില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഒരുപാട് നോസ്റ്റാൾജി അടുപ്പിച്ചു. തിയേറ്ററിൽ വരുമ്പോൾ ഓഡിയൻസിന്റെ ഒരു റിയാക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും കാണാൻ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു ഫിലിം. ഒരുപാട് ഇഷ്ടമായി. വളരെ വളരെ ഭംഗിയുള്ള ഒരു മൂവി. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. എങ്ങനെയുണ്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ? കണ്ണൊക്കെ നിറഞ്ഞാണ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് തിയേറ്ററിൽ സിനിമ കണ്ടപ്പോൾ? നമ്മുടെ ഡ്രീം പ്രോജക്റ്റായിരുന്നു. നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടെ ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇത് ആൾക്കാരുടെ കൂടെ കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ട്രാൻസ്ഫറിൻ്റെ സ്റ്റേറ്റ് ആക്കിയായിരുന്നു. നമ്മുടെ വേറെ ടീമെല്ലാം കൊച്ചിയിലുണ്ട്. ഇതിനുവേണ്ടി വീട്ടിൽ വന്നു ഇവിടെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ക്ലാസ് പടമാണ്. എല്ലാവരുടെ കണ്ണും നിറഞ്ഞു ഭയങ്കര ആഘോഷമായി മാറിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു സന്തോഷം? ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി നിങ്ങളെല്ലാവരും കൂടെ കണ്ട് വിലയിരുത്തുക. അത് ഒരു വേറെ ലെവലിലുള്ള കയ്യടിയുടെ പൂരമാണ്. എന്തുകൊണ്ട് കണ്ടു നേരിട്ട് കണ്ടപ്പോൾ ആ ഫസ്റ്റ് ഷോ തന്നെ കണ്ടപ്പോൾ? ഞാൻ മറ്റ് സിനിമകൾ വിനീതിൽ കാണാറുണ്ട്. ഇപ്രാവശ്യം കഥയെ അറിയില്ലായിരുന്നു, സിനിമയും കണ്ടില്ല. ഇതാണ് ഫസ്റ്റ് കാണുന്നത്. എനിക്ക് ധ്യാൻ്റെയും പ്രണവിൻ്റെയും മുഹൂർത്തങ്ങൾ, കെമിസ്ട്രി വളരെ കൃത്യമായി തോന്നി. അതെല്ലാവർക്കും അങ്ങനെയാണ് തോന്നട്ടെ. സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ പറയട്ടെ. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഒരു ബോണ്ടുണ്ട്, സൗഹൃദം. അതാണ് എനിക്ക് വളരെ ടച്ച്. എന്തായാലും സിനിമ വേറൊരു ഫീലാണ് തന്നിരിക്കുന്നത്. എന്തായാലും വളരെ ശ്രീനിവാസൻ ചിത്രങ്ങൾ എപ്പോഴും ക്രിഞ്ചാണല്ലോ, ഫീലിലാണല്ലോ അറിയപ്പെട്ടത്. അതെ, ആ ഇമോഷണൽ ക്രിഞ്ച് ഫീൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ സിഗ്നേച്ചറാണ്. അത് തീർച്ചയായിട്ടും അതാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. സൗഹൃദം എങ്ങനെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, അടയാളപ്പെടുത്തലുണ്ട്. ഇതെല്ലാവരും സുഹൃത്തുക്കൾ ചേർന്നാണ് പടവും ചെയ്തിരിക്കുന്നത്. അതെ, ഞങ്ങൾ ഇച്ചിരി ക്രിഞ്ചാണല്ലോ, അതിപ്പോൾ ഞങ്ങൾ അഭിമാനിക്കുന്നത്. അതെ, ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഈ പടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങളൊരു ഡ്രീം പ്രോജക്റ്റാണ്. ഷൂട്ടിങ് നമ്മുടെ സ്ക്രിപ്റ്റ് കേട്ടുകൊണ്ട് നമ്മുടെ ഷൂട്ട് സമയത്തെല്ലാം ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഓഡിയൻസിൻ്റെ ഒരു റിയാക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവസാനം തിയേറ്ററിൽ വന്ന പോലെ ജയറാം എന്ന് പറഞ്ഞ ആൾ ലവ് ആക്ഷനിലെ ധ്യാൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും ഇപ്പോൾ വിശാഖിൻ്റെ കമ്പനിയിലെ മാനേജറും ചെറിയ അഭിനയമോഹിയാണ്. അതാണ് അറിയാവുന്നവരും പരിചയക്കാരൊക്കെ സിനിമ പറയാൻ പറ്റും. അത് വേണമെങ്കിൽ കണ്ടിരിക്കട്ടോ. ആസ് എൻ ആക്ടർ ഒരുപാട് നമ്മൾ ആദിയിൽ കണ്ടതോ ഹൃദയത്തിൽ കണ്ടതോ അല്ല. പ്രണവെന്ന് പറഞ്ഞ ആക്ടർ എന്നെ ഒരുപാട് നോസ്റ്റാൾജി അടുപ്പിച്ചു. പ്രണവെന്ന് പറഞ്ഞ ആക്ടർ അത് പിന്നെ ഇത് ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ അതൊരു ഇമിറ്റേഷൻ അല്ല. മലയാളി കണ്ട് ശീലിച്ച ഒരു ഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൂടെ വീണ്ടും കാണാൻ കഴിയുമ്പോൾ അതൊരു എൻ്റെ നോസ്റ്റാൾജിയാണ്. അത് പ്രണവിലൂടെ കണ്ടപ്പോൾ സന്തോഷം. So emotional, so good. എല്ലാവരും ആയിക്കോട്ടെ, ലൈക്ക് so perfect. The cast, everything was just so happy. Thank you so much. Expectations ഒത്തിരി exceed ചെയ്തു. ഓരോ ലൈക്ക് സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേനും പല ഡയലോഗ്സും പല റെഫറൻസസും ആ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് എല്ലാം കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ട് വന്ന ഓൺ ദ സ്പോട്ടാണ്. പിന്നെ എല്ലാ ഇമോഷൻസും ഓക്കെ ചെയ്തു. ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ സങ്കടമാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ല, എല്ലാ ഇമോഷൻസും കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ആയതുകൊണ്ട് അമേസിങ്. ഐ ഡോണ്ട് ഹാവ് എനി വേർഡ്സ്. അടിപൊളിയായിട്ടുണ്ട്, പൊളിയാണ്.
ഒന്നും പറയില്ല. എനിക്ക് ഇവരെല്ലാവരും കിട്ടി ഞാൻ ഒരു ഹഗ് കൊടുക്കും എല്ലാവർക്കും. ഫോർ ഷോർ എല്ലാവർക്കും അമേസിങ്. പൊളി പൊളിയെന്ന് വെച്ചാൽ പൊളി 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 പൊളി. അപ്പു കിടിലം കേട്ടാ, അപ്പു കിടിലെന്ന് വെച്ചാൽ കിടിലം, ഒന്നും പറയാനില്ല. അളിയനൊരു മാസ് പടമാണ് കാണാം. പക്ഷെ അജു വർഗീസ് സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അജു വർഗീസ് പടം കാണാൻ വന്നിട്ടുണ്ട്, എന്നാലും ഒന്നും പറയാനില്ല. അയാൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം വിനീത് ശ്രീനിവാസൻ എല്ലാവരും കൊണ്ടുവന്ന ഒരു പ്രത്യേക കഴിവാണ്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 5, നമ്പർ 7, നമ്പർ 8 തൂക്കി അടിച്ചളയ പടം വർഷങ്ങൾക്ക് ശേഷം. അതൊരു വർഷങ്ങൾക്ക് ശേഷമാണ്. എല്ലാവർക്കും ഒരു സമയമുണ്ട്. നിവിൻ പോളി എങ്ങനെയുണ്ടായി? നിവിൻ പോളിയുടെ അയ്യോ അതേ സോറി വിട്ടുപോയി. നമ്മളെ മച്ചാന്റെ വൻ തിരിച്ചു വരെ പറയുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിനെ എല്ലാവരും തൂക്കി അടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവന് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. അവൻ അങ്ങനെ ഒറ്റയ്ക്ക് പൊരുതി വന്നവനാണ്. പട്ടികളെ 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 ഇത് നിവിൻ പോളി എല്ലാവർക്കും വേണ്ടി കൊടുത്തതാണ്. വിനീത് ശ്രീനിവാസൻ എഴുതി സ്ക്രിപ്റ്റിൽ പഠിപ്പിച്ച് കൊടുത്തതാണ്. അത് പറയാം. നിവിൻ പോളിയുടെ വൻ തിരിച്ചു വരവായിരുന്നു. തൂക്കി അടിച്ചു കഴിഞ്ഞാൽ തൂക്കി അടിച്ച് അടിപൊളി പടം. ഇതിലും മികച്ച ഒരു പടം ഞാൻ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. അതായത് ഒരു ഫ്രണ്ട് സർക്കിൾ ഒരുപാട് ഒന്നിച്ച് വന്നിട്ടൊരു മൂവി എടുക്കുമ്പോൾ എന്തുമാത്രം ഇൻറ്റിമസി അതിനകത്തുണ്ടാകുന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാം. അതായത് നിങ്ങൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും വന്നിരുന്ന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഗുഡ് റിലീഫ്. അത് ഗ്യാരണ്ടീഡാണ്. ദേ ഓൾ ഡിഡ് എ വെരി ഗുഡ് ജോബ്. ബ്രില്യൻ മൂവി. എങ്ങനെയുണ്ടായിരുന്നു? വളരെ ഭംഗി. ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല. ബ്യൂട്ടിഫുൾ മ്യൂസിക്കൽ ജേർണി. അമൃത് രാംനാഥ് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ പഴയ പാട്ടുകളിൽ കൂടെ വളരെ പുതുമയുള്ളൊരു മ്യൂസിക് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് പഴമയുള്ള നമ്മുടെ കർണാട്ടിക് സംഗീതത്തിൽ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അമൃത് രാംനാഥ്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി പ്രോമിസിങ് മൂവി. ആൻഡ് ഈ ഒരു വിഷുവിന് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഭംഗിയുള്ള ഒരു സൗഹൃദത്തിൻ്റെ കൈനീട്ടം വേറെയില്ല. ഓൾ ദി ബെസ്റ്റ് ടു വിശാഖ്, വിനീത് ആൻഡ് ദി എൻറ്റയർ ടീം. മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഓരോ അഭിനേതാക്കളും, ഒന്നിനൊന്ന് മികവായി. വെരി ബ്യൂട്ടിഫുൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സിനിമ അടിപൊളി. കഴിക്കാൻ വാങ്ങിച്ചതുപോലും കഴിച്ചില്ല, അങ്ങനെ ആസ്വദിച്ചു, ചിന്തിച്ചു, കരഞ്ഞു. എന്തു പറയണമെന്ന് അറിയില്ല. അടിപൊളി. ഇനി ഒന്നുകൂടെ കാണണം. എൻ്റെ പാരൻസുമായിട്ടൊക്കെ വന്ന് ഒന്നുകൂടെ കാണണം. അത്രയ്ക്ക് നല്ലത്. വയസ്സായവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും എന്തു പറയണം. വിഷുവിന് അടിപൊളിയായിട്ടിരുന്ന് കാണാം. നിവിൻ പോളി തിരിച്ചു ഈ സിനിമയിലൂടെ തിരിച്ചു വീണ്ടും വന്നിട്ടുണ്ട്. വെരി നൈസ്. അടിപൊളി സിനിമ. വെരി ഇമോഷണൽ. ഒരുപാട് സന്തോഷം. കാസ്റ്റിംഗ് ആൻഡ് ഓൾ ഇസ് ജസ്റ്റ് പെർഫെക്റ്റ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു.